നെഞ്ചുവേദനയും ശ്വാസം മുട്ടലൊക്കെ പതിവായപ്പോൾ ഇനിയുള്ള കാലം നാട്ടിൽ നിൽക്കാന്ന് വിചാരിച്ച് 37 കൊല്ലത്തെ പ്രവാസവും മതിയാക്കി മക്കളടുത്തേക്ക് പോയതാ. ഒരു മാസം തികഞ്ഞില്ല. തറവാട്ടിലുള്ള ചെറിയ മോന്റെ വക ഒരു തമാശ. വാപ്പാക്കിപ്പം നല്ല സുഖല്ലേ, പണിക്കൊന്നും പോവാതെ കുട്ടികളെയും കളിപ്പിച്ച് ഇങ്ങനെ ഇരുന്നാ മതിയല്ലോ എന്ന്. അവനെ ഇടങ്ങേറാക്കണ്ടെന്ന് വിചാരിച്ച് മൂത്ത മോന്റെ അടുത്ത് ചെന്നപ്പോ അവൻ മുഖത്ത് നോക്കി കാര്യം പറഞ്ഞു. വാപ്പാ, നിങ്ങളെ പോറ്റാൻ എനിക്ക് പറ്റൂല, എന്നെ കൊണ്ടാവൂലെന്ന്. രാത്രി കിടക്കാൻ നേരത്ത് ഭാര്യ പറഞ്ഞു, എനിക്കിപ്പോ ഇതൊക്കെ ഒരു ശീലായി. ഇവരുടെ ഈ വർത്താനത്തിന്റെ മുമ്പില് നിങ്ങൾ ചെറുതാവണത് പക്ഷേ എനിക്ക് സഹിക്കൂല. ഉറങ്ങാതെ രണ്ടുപേരും നേരം വെളുക്കണതുവരെ ആലോചിച്ചു. 62ാമത്തെ വയസ്സിൽ വീണ്ടും പ്രവാസത്തിന്റെ പെട്ടി കെട്ടി. പടിയിറങ്ങി തിരിഞ്ഞു നോക്കിയപ്പോ ഉമ്മറ പടിയിൽ ഭാര്യ മാത്രം. ആയുസിൽ ഇനിയൊരു പക്ഷേ ജീവനോടൊരു കൂടിക്കാഴ്ച ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടോ എന്തോ ഗേറ്റ് കഴിയുന്നത് വരെ കണ്ണ് ചിമ്മാതെ അവർ നോക്കി നിന്നു. വണ്ടിയിൽ കയറിയപ്പോൾ അയാൾ ഓർത്തത്, എത്ര വൈകിയാലും വാപ്പാനെ കാത്തിരിക്കാറുണ്ടായിരുന്നേ. ആദ്യമായിട്ട് ഗൾഫിലേക്ക് പോന്നപ്പോ ഭാര്യയേക്കാൾ കരഞ്ഞ 2 ആൺമക്കള് തനിക്കുണ്ടായിരുന്നല്ലോ എന്നാ.